आओ ना मुझको दूध पिलाओ. റൂഹിയും ദാദിയമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പ്യാരി പ്യാരി ഗുഡിയ എന്നുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. പാഠഭാഗത്തു തന്നെ പരി റൂഹിയോട് प्यारे बच्चों, प्यारे दोस्तों, आदाब. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ പുസ്തകത്തിലെ ആദ്യ യൂണിറ്റ് നമ്മൾ പൂർത്തീകരിച്ചു. എല്ലാ പാഠങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ആ പാഠങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് നമ്മുടെ ക്ലാസ്. ഏതൊക്കെ പാഠങ്ങൾ പഠിച്ചു, എന്തൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്തു ഒന്ന് നോക്കാം അല്ലേ? ആപ് ലോഗ് തയ്യാർ ഹൈ നാ? ജി ആയിയേ. ആദ്യമായിട്ട് വളരെ രസകരമായ ഹൃദ്യമായ ഒരു പാട്ടാണ് നമുക്ക് മുമ്പിൽ വന്നത്. ഓർക്കുന്നില്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ പാട്ട് തങ്ങി നിൽക്കുന്നു. ചുണ്ടുകളിൽ, നാവിൻ തുമ്പിൽ എപ്പോഴും ആ പാട്ടുണ്ട് എന്നെനിക്കറിയാം. ഏതാണ്? അമ്മി അമ്മി അല്ലേ? അമ്മി അമ്മി ആവോന മുജ്കോ ദൂത് പിലാവോന. നിങ്ങളൊക്കെ വളരെ ഭംഗിയായി, എന്നെക്കാൾ ഭംഗിയായി നിങ്ങൾ പാടും. ആ പാട്ട് പലരും വളരെ നല്ല രീതിയിൽ ആലപിച്ചുകൊണ്ട് പാടിത്തന്നു. പലരും അത് മനഃപ്പാഠമാക്കി. പിന്നീട് അബ്ബായെക്കുറിച്ചുള്ള ഒരു പാട്ട് പാടാൻ വേണ്ടി നമുക്ക് തന്നിരുന്നു. സബ്സെ അച്ഛേ മേരെ അബ്ബ, പ്യാരെ പ്യാരെ മേരെ അബ്ബ അല്ലേ? അതും നിങ്ങൾ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു അതിനുശേഷം നമുക്ക് ലഭിച്ചത്. ബ്രാക്കറ്റിൽ നിന്ന് വാക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഏതാനും വരികൾ ഉണ്ടാക്കാനായിരുന്നു. അമ്മി അമ്മി ആവോന, മീഠ മുജുക്കോ ഖിലാവോന. അവിടെ നമ്മുടെ പുസ്തകത്തിൽ മോഡലായിട്ട് കൊടുത്തിരുന്നു അല്ലേ? ഹൽവ മുജുക്കോ ഖിലാവോന, ലഡു മുജുക്കോ ഖിലാവോന, അച്ചി ടോപ്പി ലാവോന. ഇങ്ങനെ പല വരികളും നിങ്ങൾ തയ്യാറാക്കി. വളരെ മനോഹരമായിട്ടുണ്ട്. അമ്മി അമ്മി ആവോന, പാനി മുജുക്കോ പിലാവോന. അമ്മി അമ്മി ആവോന, ഹൽവ മുജുക്കോ ഖിലാവോന. അമ്മി അമ്മി ആവോന, ലഡു മുജുക്കോ ഖിലാവോന. അബ്ബ അബ്ബ ആവോന, अच्छी टोपी लावो ना. अब्बा अब्बा आवो ना, अच्छा खेला लावो ना. अब्बा अब्बा आवो ना, अच्छा कपड़ा लावो ना. ഇത്രയും വർക്കുകളാണ് അമ്മി അമ്മി ആവോന എന്ന പാഠത്തിൽ നമ്മൾ ചെയ്തത്. ഓക്കെ. രണ്ടാമത്തെ പാഠഭാഗം ഗുഡിയ കഹാ ഹെ. റൂഹിയും ദാദിയമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു. അതിലെ മറ്റൊരു പ്രവർത്തനം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചിത്രങ്ങൾ തന്നിരുന്നു. അവർ പരസ്പരം പരിചയപ്പെടുന്ന ഒരു പ്രവർത്തനമായിരുന്നു. വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. നിങ്ങളത് ചെയ്തിരിക്കും. കൂട്ടുകാരെ, രണ്ടു തരത്തിൽ പരിചയപ്പെടുന്ന രീതിയാണ് ഈ പ്രവർത്തനത്തിലൂടെ പഠിച്ചത്. ബില്ലി അഥവാ പൂച്ച കുത്തയോട് ചോദിച്ചു, ആപ്കാ നാം ക്യാ ഹെ? കുത്ത മറുപടി പറഞ്ഞു, മേരാ നാം ബബ്ലു ഹെ. ഇതേ രീതിയിൽ കബൂത്തർ ചോദിക്കുക, ആപ്കാ നാം ക്യാ ഹെ? തോത്ത മറുപടി പറഞ്ഞു, മേരാ നാം മിന്നു ഹെ. മറ്റൊരു തരത്തിൽ പരിചയപ്പെടാം. ബക്കരി ചോദിച്ചു, ആപ് കോൻ ഹൈ? ഗായ പറഞ്ഞു, മേ നന്ദിനി ഹും.
ബക്കരി ചോദിച്ചതുപോലെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ബത്തഹ് താറാവ് കോഴിയോട് ചോദിച്ചു, ആപ് കോൻ ഹൈ? മുർഗ മറുപടി പറഞ്ഞു, മേ ചിങ്കൂഹു. തുടർന്ന് വന്ന പ്രവർത്തനം ചിത്രങ്ങൾ നൽകുകയും ആ ചിത്രത്തിൽ നിന്നും ചില ചോദ്യങ്ങളും തന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാനായിരുന്നു ഉണ്ടായിരുന്നത്. ചോദ്യവും ഉത്തരവും. ദാദി അമ്മ കഹാ ഹെ? ദാദി അമ്മ ആംഗൻ മേ ഹെ. കുവ കഹാ ഹെ? കുവ ആംഗൻ മേ ഹെ. ഇവിടെ രണ്ട് ചോദ്യവും എവിടെയാകുന്നു എന്നതാണ്. കഹാ ഹെ എവിടെയാകുന്നു. ദാദി അമ്മ മുത്തശ്ശിയും കുവ കിണറും മുറ്റത്താകുന്നു. ഗേന്ദ് കഹാ ഹെ? ഗേന്ദ് അൽമാരി മേ ഹെ. ദീവാർ പർ ക്യാ ഹെ? ദീവാർ പർ ഘടി ഹെ. ചുമരിന്മേൽ എന്താകുന്നു? ചുമരിന്മേൽ ഘടികാരമാകുന്നു. കമരേ മേ ക്യാ ക്യാ ഹൈ? കമരേ മേ അൽമാരി, ഘടി, ടോപ്പി, ചാർപ്പായി, മേസ്, गेंद, गुड़िया, किताब और कलम है. ശേഷം റൂഹിയും അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു. പാഠഭാഗവുമായി ബന്ധപ്പെട്ട സംഭാഷണമായതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഭംഗിയായി ചെയ്തിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. अम्मी और रोही की गुफ्तगू. रोही, अम्मी आपा कहाँ गई? अम्मी, बेटी वो स्कूल गई है. रोही, अब्बा कहाँ है? अम्मी, वो बाज़ार गए हैं. रोही, अच्छा मेरे लिए क्या लाएगे? अम्मी, आपके लिए टोपी, कपड़ा और गुड़िया लाएंगे. रोही, जी ठीक है. प्यारे बच्चों, सबको आदाब. बच्चों, तीसरा मॉड्यूल മൂന്നാമത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പ്യാരി പ്യാരി ഗുഡിയ എന്നുള്ള പാഠഭാഗമാണ്. അതിനകത്ത് പറയുന്നത് റൂഹി തൻ്റെ പ്രിയപ്പെട്ട ഗുഡിയെക്കുറിച്ച് പറയുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആദ്യം തന്നത് റൂഹിയുടെ അലമാരി അല്ലേ, റൂഹിയുടെ അലമാരി കാണിച്ചിട്ട് അതിനകത്ത് ഒത്തിരി വസ്തുക്കളുണ്ടായിരുന്നു. ടോപ്പി, കളം ഒക്കെ പറഞ്ഞിട്ട് ഒത്തിരി വസ്തുക്കളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് അത് ആദ്യം എഴുതാൻ ഒന്നാമത്തെ പ്രവർത്തനം അതായിരുന്നു. രണ്ടാമത്തത് ആ തന്നിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് കൊച്ചു കൊച്ചു സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ്. എല്ലാവരും അത് മനോഹരമായി ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അൽമാരി മേ ക്യാ ക്യാ ഹൈ? അൽമാരയിൽ എന്തെല്ലാമാണ് ഉള്ളത്? ടോപ്പി, കിതാബ്, കലം, ഗുഡിയ, ബസ്ത ഓർ ഗേന്ദ്. ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള ജുംലെ സെൻറ്റൻസുകൾ. അൽമാരി മേ ഗേന്ദ് ഹെ. अलमारी में बस्ता है. अलमारी में गुड़िया है. अलमारी में टोपी है. अलमारी में किताब है. अलमारी में कलम है. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഒത്തിരി ചിത്രങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ആ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ മാങ്ങ, വാതിൽ, ബർത്തനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അത് ഉപയോഗിച്ചിട്ട് തന്ന സെൻറ്റൻസുകൾ എന്ത് ചെയ്യാനാണ്? ഫില്ല് ചെയ്യാനാണ്. അതും എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നാം തയ്യാറാക്കിയ വാചകങ്ങൾ. യേ ആം ഹെ. യേ ഘർ കാ ദർവാസ ഹെ. ബർത്തൻ മേ പാനി ഹെ. ആംഗൻ മേ മുർഗി ഹെ. മേസ് പർ കിതാബ് ഹെ. സർ പർ ടോപ്പി ഹെ. ഇനി ലാസ്റ്റിൽ അവസാനമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് റൂഹി ഗുഡിയെക്കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ പ്യാരി പ്യാരി ബില്ലി, നമ്മുടെ ബില്ലിയെ കുറിച്ചിട്ട്
എഴുതാനായിരുന്നു. बच्चों देखिए, ये मेरी बिल्ली है। वाह, ये कितनी खूबसूरत है। ये मेरी प्यारी प्यारी बिल्ली है। ये बिल्ली भाईजान लाए हैं। भाईजान इसको बाजार से लाए हैं. 4 പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, അടുത്ത പാഠഭാഗം ആങ്ക് കെ താരോ എന്ന മനോഹരമായ കവിതയാണ്. ആ കവിതയിൽ കുട്ടികളെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. കവിതയിലെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് കവിത ഈണത്തിൽ ചൊല്ലി കേൾപ്പിക്കലായിരുന്നു. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അടുത്ത വർക്ക് അതിൽ നിന്നുള്ള സമാന ശബ്ദപദങ്ങൾ തിരഞ്ഞെടുത്തെഴുതാനായിരുന്നു. അത് എളുപ്പമുള്ളൊരു വർക്ക് തന്നെയായിരുന്നു. ഒരേ ശബ്ദമുള്ള പദങ്ങളെയാണ് ഹം ആവാസ് അൽഫാസ് എന്ന് പറയുക. ആങ്ക് കെ താരോ എന്ന പാഠഭാഗത്തിലെ ഹം ആവാസ് അൽഫാസ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. പ്യാരെ, ന്യാരെ, സിതാരെ, ദുലാരെ, അച്ചായി, സച്ചായി, ചൽന, മർന, അച്ചേ, സച്ചേ. അടുത്ത 3ാമത്തെ വർക്ക് എന്ന് പറയുന്നത് അതിൽ നിന്നും കുട്ടികളെക്കുറിച്ച് എന്തെല്ലാമാണ് അതിൽ പറയുന്നത് അത് സെൻറ്റൻസ് രൂപത്തിൽ എഴുതാൻ ഉള്ള വർക്കായിരുന്നു. ആങ്ക് കെ താരോ എന്ന പാട്ടിൽ കുട്ടികളെക്കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്? ബച്ചേ ആങ്ക് കെ താരേ ഹൈ, ബച്ചേ ചാന്ദ് സിതാരേ ഹൈ, ബച്ചേ രാജ് ദുലാരേ ഹൈ, ബച്ചേ പ്യാരേ ഹൈ, ബച്ചേ ന്യാരേ ഹൈ. ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരു മനോഹരമായ താരാട്ട് പാട്ട് തന്നിട്ട് അതിൽ നിന്നും മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരുകൾ വേർതിരിച്ചെഴുതാനുള്ള വർക്കായിരുന്നു. बच्चों, इस लोरी गीत में 5 परिंदों के नाम आए हैं और 3 जानवरों के नाम भी है. കുട്ടികളെ, ഈ താരാട്ടുപാട്ടിൽ 5 പക്ഷികളുടെയും 3 മൃഗങ്ങളുടെയും പേരുകൾ വന്നിട്ടുണ്ട്. അവ ഏതെല്ലാമെന്ന് നോക്കാം. പരിന്ദേ, കൗവ, ചിടിയ, തോത്ത, മൈന, മുർഗൈ. ജാൻവർ ബില്ലി, ബക്കര, കുത്ത. 5ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠം മേരി പ്യാരി പരി. റൂഹി കണ്ട ഒരു സ്വപ്നമായിരുന്നു മേരി പ്യാരി പരി എന്നത്. ഈ പാഠഭാഗം വായിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. നല്ല രീതിയിൽ തന്നെ എല്ലാ കുട്ടികളും വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടാകും. ഇതിലെ ഒരു പ്രവർത്തനം നല്ല കുട്ടികൾ എങ്ങനെയുള്ളവരാണ് എന്നതാണ്. പാഠഭാഗത്തു തന്നെ പരി റൂഹിയോട് നല്ല കുട്ടികളെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകിയിരുന്നു. അവ ഉപയോഗിച്ചുകൊണ്ട് നല്ല കുട്ടികളെക്കുറിച്ച് എഴുതാനുള്ള പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു കാണും. अच्छे बच्चे सच बोलते हैं, अच्छे बच्चे बड़ों का कहना मानते हैं, अच्छे बच्चे सबसे प्यारे होते हैं, अच्छे बच्चे सबसे न्यारे होते हैं. മറ്റൊരു പ്രവർത്തനം ചിത്രം നൽകി ആ ചിത്രത്തെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ എഴുതാനായിരുന്നു. അതും വളരെ നല്ല രീതിയിലാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. घर में अम्मी है, आंगन में मुर्गी है, आंगन में गाय है, आंगन में बकरी है. അഞ്ചാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പ്രവർത്തനം ഓർമ്മയുണ്ടോ? ഒരു വീടിൻ്റെ ചിത്രം വരച്ച്
നിറം കൊടുത്ത് വീടിനെക്കുറിച്ച് സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമായിരുന്നു ഏറ്റവും ഒടുവിൽ നാം നൽകിയിട്ടുള്ളത്. യേ ഘർ ഹൈ, യേ മേരാ ഘർ ഹൈ, മേരാ ഘർ ഖൂബ്സൂരത് ഹൈ, മേരാ ഘർ അച്ഛാ ഹൈ, घर में अम्मी अब्बा और भाई है. എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. വളരെ മനോഹരമായ പാട്ടുകളും കഥകളുമായി അടുത്ത യൂണിറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.